ഇങ്ങക്ക് അറിയാലോ, നമുക്കറിയാം പ്രായമൊന്നും ആയിട്ടില്ലെന്ന്. എന്നിട്ട് ഇക്കൊക്കെ വേറെ പെണ്ണിൻ്റെ പുറകെ പോയി. അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. വെറുതെ ആയി. എന്തിൻ്റെ കുറവാണ് നമുക്കുള്ളത്? നിങ്ങൾ പറയും. ഇക്കാക്ക് അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾ നിർബന്ധിച്ചപ്പോൾ നമ്മളും കൂടി വരാമെന്ന് സമ്മതിച്ചത്. നമ്മൾ പറയണമല്ല, നിങ്ങൾ കേൾക്കണണ്ട. എനിക്ക് നിങ്ങളുടെ കൂടെ കുറെ കാലം ജീവിക്കണം. ഇക്കൊരു ഉമ്മ തരുമോ? ഉമ്മ തരാം. പകരം ഞാൻ പറയുന്നത് കേക്കൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കാം. എടുത്തോ. പിന്നെ ഈ മഞ്ഞരളി എവിടെ ഉണ്ട്? മഞ്ഞരളി തൊടിയില്ല. ഉതളങ്ങ അപ്പുറത്ത്. നന്നായി. എന്തോ ദാ വരുന്നു. അതിന് വിൽക്കുന്നോ? അയ്യോ, മോളെ ഫിദേ, ഒന്നിങ്ങി വന്നേ. നിന്നെ ബീവി എടുക്കുന്നു. ആ വാതിലടിച്ച കടക്കേ. എന്റെ ബീവി അങ്ങോട്ട് മുറുക്കി. ഇങ്ങനെ വേണ്ട മുത്തശ്ശ. നീ ഇത് പൊയ്ക്കിടന്നു. മുറുക്കി എന്റെ ബീവി. സാധനം രാജാവല്ലേ? 300 വർഷമായി നോമ്പ് ഇവിടുന്ന് നാട് നീങ്ങിയിട്ട് ഈ നശിച്ച പ്രതിമ കാരണം പ്രജകൾ നാരികൾ നമ്മളെ മറക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിയിലായിരുന്നല്ലോ അവന്റെയൊക്കെ രാഷ്ട്രീയ മീമാംസ പറച്ചിൽ. ഉള്ളത് പറഞ്ഞു നാണക്കേട് കൊണ്ട് ഞാൻ ഒളിച്ചു താമസിക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ കാരണം ഈ നാട്ടിൽ നിന്ന് എനിക്ക് മോക്ഷം കിട്ടി. എനിക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നേനെ. നിങ്ങൾക്ക് എന്നെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. പോട്ടെ മോനെ. മോന ഇതിപ്പോ എത്ര നാളായി ഇക്കാക്ക് ഇന്ന് വരാറായി കേട്ടോ. ആ കൊച്ചിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇതിപ്പോ എന്തൊക്കെയാ നിങ്ങൾ എന്റെ കൂടെ ചെയ്യിപ്പിക്കുന്നേ?
അടുപ്പടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വരാം, ബീവി പോയിക്കോ. നിങ്ങൾ വരാതെ നമ്മൾ പോവൂല. ഞാൻ വരല്ലേ. എന്താ ഇത്? ഉണ്ണിയപ്പം ഇവിടെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ. സൂക്ഷിച്ചിറങ്ങ്. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും മര്യാദയ്ക്ക് പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ഫോട്ടോ എടുത്തു വെക്കാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഭിത്തി കയറും. നോക്കടാ, ഇതിന് നല്ല തെളിച്ചുണ്ടല്ലോ. അപ്പൊ സുകുമാരൻ ഈ പണി അത്ര വശമുണ്ടായിരുന്നില്ല അല്ലേ? കള്ളൻ സുകുമാരൻ. അവൻ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ 2 വാക്ക് പറഞ്ഞ പാറ. ഇവിടെ എങ്ങും ഇല്ലെന്ന്. ഇതാ ദേ ചോറ്. ഒഴിച്ചോ, ഒഴിച്ചോ, മുഴുവൻ ഒഴിച്ചോ. ഇതെങ്കിലും നടക്കൂ. ഉഗ്ര സാധനമാണ്, നാക്കിലും തൊട്ടാ മതി. ഇങ്ങനെ വാ, വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. വാ, ഇങ്ങനെ വാ, നോക്കാണ്ട് മാറിയിക്കാം. കൊടാപ്പടി നടക്ക്. കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നീ വാ. അങ്ങോട്ട് നടക്ക. വെച്ചോണ്ടിരിക്കാതെ കഴിക്കാം അങ്ങോട്ട്. ഇത്താ കഞ്ഞിവെള്ളം എടുക്കുവാണേ. നമുക്ക് നിർത്താം മുത്തശ്ശ, ഇത് ശരിയാവൂല. എന്ത്? എത്ര നല്ലതെന്ന് പറഞ്ഞാലും മരിച്ചാലല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ. മരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് അവള് മരിക്കുമ്പോൾ മരിക്കട്ടെ. അത് ശരി. അപ്പൊ അങ്ങനെ എടാ 10-60 കൊല്ലം തേരാപ്പാരം നടക്കേണ്ടി വരും നീ. ഞാൻ നടന്നോളാം. എടാ അപ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് നമ്മളെ കെട്ടിക്കൊണ്ടുപോകും, പിന്നെ മരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനൊന്നും ഇത് സമ്മതിക്കില്ല. നെയ്യപ്പം വേണോ? നെയ്യപ്പം. നിങ്ങൾ എന്താ ഇപ്പൊ നെയ്യപ്പം ഒന്നും കഴിക്കാത്തത്? പെരുത്ത് ഇഷ്ടായിരുന്നല്ല. നീ ഒന്ന് പോയേ. ഒരു പ്രയോജനമില്ലാതെ വെറുതെ. എന്നിട്ട് നെയ്യപ്പോണത്ര നെയ്യപ്പം. എന്ത് നെയ്യപ്പം? പൊയ്ക്കേ പൊയ്ക്കേ. നെരിക്കടി അവിടെ, നെരിക്കടി അവിടെ. കൊല്ലും ഞാൻ. അല്ലാ ആരുമില്ല ഇവിടെ. ആരെങ്കിലും വിളിക്കണ മോളെ. കേക്കാവോ? ഞാനങ്ങനെ പറയരുതായിരുന്നല്ലേ. മുത്തശ്ശൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ബീവി നമ്മളെ കുറെ സഹായിച്ചതല്ലേ. അതെ, ബീവിക്ക് വിഷമായി കാണും. എടുത്തോ. ഇതാര്? ഇതപ്പോ ഇതിന്റെ അകത്ത് വീണ്. ഇതാരാ മോളെ? എനിക്കറിയൂല, ബീ വീഴുന്നേ കണ്ടതാ. ഇതാരാ? ഇവിടെ കണ്ടോ? ഫിദയുടെ വിളിയായിട്ട് രക്ഷിക്കാൻ ചാടിയതാവും.
രക്ഷിക്കാൻ ചാടിയാളെ രക്ഷിക്കാൻ അവസാനം നാട്ടുകാർ വരുന്ന ബീവി എന്ത് പണിയാ ബീവി കാണിച്ചത്? ഈ മുത്തച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചു എന്തെങ്കിലും പണി പാടും